വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഊരുമൂപ്പൻ വ്യക്തമാക്കി. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നാണ് ഇവരുടെ ചോദ്യം. ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന 87 കുടുംബങ്ങളിലെ 386 പേർ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയും 80 വർഷക്കാലമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ ജീവിച്ചു വരുന്നു. കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന വാഗ്ദാനം മാത്രമാണ് ഇവർക്ക് നൽകുന്നത്. ഇതോടെയാണ് ആദിവാസി ഊരുമൂപ്പൻ നിരാഹാര സമരം ആരംഭിച്ചത്. ഇതേ ആവശ്യം ഉന്നയിച്ച് മുൻപ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയതാണ്. സബ് കളക്ടർ അടക്കമുള്ള അധികൃതർ അന്നു സ്ഥലത്തെത്തി കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കോളനിയിലേക്കുള്ള 4 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കുക, കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, 80 കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിലൂടെ ഊരുമൂപ്പൻ അജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. നിരാഹാരമനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമൂപ്പന് പിന്തുണയറിയിച്ച കോളനി നിവാസികൾ സമരപ്പന്തലിൽ എത്തി. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രമാണോ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്നതെന്നാണ് ഇവരുടെ ചോദ്യം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂവെന്ന് ഊരുമൂപ്പൻ അജയൻ പറഞ്ഞു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കോളനിയിൽ ഈ നിരാഹാരം എടുക്കാൻ കാരണമായത്. എൻ്റെ ആവശ്യം വഞ്ചിവയൽ ട്രൈബൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യമായ ഒരു റോഡ് 4 കിലോമീറ്റർ റോഡിനുള്ള സമരത്തിലാണ്. അപ്പോൾ 42 കുട്ടികൾ പോകുന്ന ഒരു സ്കൂൾ ബസ് ഓടുന്ന ഒരു റോഡാണ്. അതിന് നാളിതുവരെ ആയിട്ടും ഒരു മാറി മാറി വരുന്ന ഭരണങ്ങൾ ഒന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേരിൽ നടത്തുന്ന നിരാഹാര സമരമാണ്. അതിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നിടം വരെ ഞാൻ ഈ നിരാഹാരത്തിലിരിക്കുന്നതായിട്ട് അറിയിച്ചു കൊടുക്കുന്നു. നന്ദി. കോളനിയിലെ 87 കുടുംബങ്ങളിൽ നിന്നും 48 കുട്ടികളാണ് വഞ്ചിവയൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലും വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിലുമായി പഠനം നടത്തുന്നത്. ഇവർ സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനം 3 കിലോമീറ്റർ അകലെ നിർത്തി കുട്ടികളെ ഇറക്കി വിടും. ശേഷമുള്ള 1 കിലോമീറ്റർ ഉൾവനത്തിലൂടെ വേണം കുട്ടികൾ സഞ്ചരിക്കാൻ. കോളനി നിവാസികൾക്ക് രോഗമോ അപകടങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തിക്കണമെങ്കിൽ ടാക്സി കൂലിയായി 2000 രൂപ വരെ നൽകണം. ഇത് കോളനി നിവാസികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്.